ഇപ്പോൾ നമ്മൾ നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ പൊക്രയിലാണ് ഉള്ളത്. പൊക്രയിലെ സിറ്റി സെൻറ്ററിൽ നിന്ന് കൃത്യം 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുപ്തേശ്വർ കേവിലെത്താൻ പറ്റും. ഇപ്പം നമ്മൾ പോകുന്നത് ഈ ഗുപ്തേശ്വർ കേവിലേക്കാണ്. ഈ ഗുപ്തേശ്വർ കേവിൻ്റെ തൊട്ട് മുന്നിൽ മൊത്തം ചെറിയ മാർക്കറ്റാണ്, ചെറിയൊരു സ്ട്രീറ്റ് മാർക്കറ്റ്. അത് നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുപ്തേശ്വർ കേവിലെത്താം. ഈ കേവ് എന്ന് വിചാരിക്കുമ്പോൾ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണെന്നോ അല്ലെങ്കിൽ ഒരു സാഹസികത നിറഞ്ഞ യാത്രയാണെന്നോ വിചാരിച്ചെങ്കിൽ തെറ്റി. ഈ കേവ് പബ്ലിക്കിന് വേണ്ടി ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് കേവിനുള്ളിൽ കയറാം, കേവിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുന്ന് ആദ്യം ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഇവിടുന്ന് താഴേക്ക് കുറേ സ്റ്റെപ്പുണ്ട്. നമുക്ക് നേരെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കേവിലെത്താം. പൊക്രയിൽ ഇങ്ങനെ ചെറുതും വലുതായിട്ട് ഒത്തിരി കേവ്സ് ഉണ്ട്. അതിലുള്ളതിന് ഏറ്റവും വലിയൊരു ലോങ് ആയിട്ടുള്ളൊരു കേവാണ് ഈ മഹേന്ദ്ര കേവ്. നേപ്പാളിലെ ഏറ്റവും വലിയ കേവ് എന്ന് പറയാം. 2950 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിൽ അത്ര ദൂരമൊന്നും പോകാൻ പറ്റില്ല. ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ഒരു 50 മീറ്റർ ജസ്റ്റ് അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അതൊന്ന് റൗണ്ട് ചെയ്ത് കണ്ട് നമുക്ക് തിരിച്ച് കയറാം, അത്രേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിടണം. ഈ ഹിമാലയത്തെ കാണുന്ന കേവുകളെല്ലാം മതപരമായ ബന്ധപ്പെട്ട കേവുകളാണ്. ഈ കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5000 വർഷം പഴയ ഒരു കേവാണിത്. പക്ഷേ 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ പുല്ല് അരിയാൻ വേണ്ടി വന്ന കുറച്ച് ആൾക്കാരാണ് ഈ കേവ് കണ്ടെത്തിയത്. അവർ ഈ കേവിനുള്ളിൽ നോക്കിയപ്പോൾ അവിടെ ശിവഭഗവാന്റെ കുറേ വിഗ്രഹങ്ങളും ശിവലിംഗവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേവ് വളരെ പ്രസിദ്ധി ആർജിച്ചത്. ഈ കേവിനുള്ളിലേക്ക് മൊബൈലൊന്നും അലൗഡല്ല, ക്യാമറയൊന്നും അലൗഡല്ല. മൊബൈൽ അലൗഡാണ്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ച് കയറി. മുകളിൽ നിന്ന് 10-60 സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഈ അമ്പലത്തിലെത്താൻ പറ്റുള്ളൂ, ഈ കേവിലെത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇനി തിരിച്ച് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം. ഈ കേവ് മഴക്കാലത്ത് ക്ലോസ് ചെയ്യും. കാരണം വെച്ചാൽ ഈ കേവിനുള്ളിൽ കൂടെ ഒരു നദി വരുന്നുണ്ട്. ഈ കേവിന് തൊട്ട് ഓപ്പോസിറ്റ് ഇനി നമ്മൾ പോകുന്നൊരു സ്ഥലമുണ്ട്, അതാണ് ഡേവീസ് ഫാൾ. അവിടെ ഒരു വാട്ടർഫാളാണ്. ആ വാട്ടർഫാള് വെള്ളം അതിൽ നിന്ന് മണ്ണിനടിയിൽ കൂടെയാണ് വരുന്നത്. ആ മണ്ണിനടിയിൽ കൂടെ വന്നിട്ട് നേരെ വെള്ളം പോകുന്നത് ഈ കേവിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കേവ് മൊത്തം മഴക്കാലത്ത് നിറയും. അതുകൊണ്ട് ഈ കേവ് മഴക്കാലത്ത് ക്ലോസ് ആണ്. ഇപ്പം നമ്മളെത്തിയത് ഈ കേവിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഡേവീസ് ഫാളിലാണ്. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു നമ്മൾ ഈ ഡേവീസ് ഫാളിലേക്ക് കാണാൻ വേണ്ടി. ഡേവീസ് ഫാൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വാട്ടർഫാളാണ്. പക്ഷേ കാണാൻ വലിയ അത്ര വലിയ മനോഹരമായ വാട്ടർഫാളൊന്നുമല്ല ഈ ഡേവീസ് ഫാൾ. പക്ഷേ ഇതിലൊരു പ്രത്യേകത വെച്ചാൽ ഈ വെള്ളം ഇപ്പം വേനൽക്കാലമാണ്ടാണ് വെള്ളം വളരെ കുറവാണ്. മഴക്കാലത്ത് ഭയങ്കര വെള്ളം വരും. പക്ഷേ ഇതിന് പ്രത്യേകത വെച്ചാൽ ഈ വെള്ളം നമുക്ക് ഒഴുകി പോകുന്നത് കാണാൻ പറ്റില്ല. ഇത് നേരെ വെള്ളം ഒഴുകി വെള്ളച്ചാട്ടം കഴിഞ്ഞ് വെള്ളം പോകുന്നത് മണ്ണിനടിയിലേക്കാണ്. ഇത് പെഹ്വാർ ലേക്കിൽ നിന്ന്, ഇപ്പോൾ കുറേയിലെ പെഹ്വാർ ലേക്കിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വേനൽക്കാലമാണ് ഒട്ടും വെള്ളമില്ലാത്തത്. മഴക്കാലത്ത് ഭയങ്കര വെള്ളം വരും. പക്ഷേ ഈ വെള്ളമെല്ലാം പോകുന്നത് മണ്ണിനടിയിലേക്കാണ്. ഇത് നേരെ മണ്ണിനടിയിലേക്ക് പോവാണ്. അതായത് മണ്ണിനടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒഴുകുന്നൊരു നദിയാണ്. ഈ വെള്ളം ഇതിലെ ഒഴുകി നേരെ ചെല്ലുന്നത് ഈ മഹേന്ദ്ര കേവിലേക്കാണ്. അവിടുന്ന് ഒഴുകി പിന്നെ നേരെ ഇത് മണ്ണിനടിയിൽ കൂടെ ഒഴുകിയിട്ടാണ് പിന്നെ വേറൊരു സ്ഥലത്ത് ഇത് പൊങ്ങുന്നത്. അതാണ് ഈ ഒരു ഡേവീസ് ഫാളിൻ്റെ പ്രത്യേകത. ഏകദേശം 100 അടി താഴ്ചയിലേക്കാണ് ഈ വെള്ളം മൊത്തം പോകുന്നത്. അതായത് 100 അടി താഴ്ചയിലാണ് ഈ വെള്ളം ഒഴുകുന്നത്. ഏകദേശം 500 ഫീറ്റ് ലോങ് ഇത് അണ്ടർ വാട്ടറാണ്. അതായത് ഒരു ടണലിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. ഈ വാട്ടർഫാൾസിന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നൊരു പേര് ഡേവീസ് ഫാൾ എന്നാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു സിസ് ഫാമിലി കപ്പിൾസ് ഇവിടെ വന്നു. അപ്പോൾ ഇവർ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന സമയത്ത് ആ സിസ് ഫാമിലിയിലെ കപ്പിൾസിലെ വുമൺ വെള്ളത്തിനടിയിലേക്ക് പോയി. എന്നിട്ട് 3 ദിവസത്തിന് ശേഷമാണ് അവരുടെ ബോഡി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ പേരിന് വേണ്ടി ചേർത്തിട്ടാണ് ഇതിന് ഡേവീസ് ഫാൾ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റോറി. ഏതായാലും നല്ല വെയിലാണ്. ഡേവീസ് ഫാളെല്ലാം കണ്ടു. ഇനി നമ്മൾ നേരെ ബസ്സിലേക്കാണ്. ബസ്സിൽ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്കാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ നേപ്പാളിലെ പൊക്രയിലെ ഒരു ഹിമാലയൻ മൗണ്ടൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു മലയുടെ മുകളിലേക്കാണ്. ആ മലയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. അവിടെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല നല്ല കാഴ്ചകൾ കാണാം. അതായത് നമുക്ക് പൊക്ര സിറ്റി കാണാൻ പറ്റും, വെള്ളച്ചാട്ടവും ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പം ഇനി നമ്മൾ പോകുന്നത് ആ മലയുടെ മുകളിലേക്കാണ്. അപ്പം ഇനി ആ മലയുടെ മുകളിലെ കാഴ്ചകൾ നമുക്ക് കാണാം.
29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. One day I'll be yours. One day I'll be yours. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life changes just open the door. One thing's certain, I'll always. അങ്ങനെ ഇവിടെ ബസ് ഇറങ്ങി. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് നടക്കണം. കുറച്ച് ദൂരം നടക്കണം. കുറച്ചില്ലേ ഇങ്ങോട്ട് ബസ് കയറില്ല. വണ്ടിയിലും കയറും. 4 വീലറൊക്കെ പോകാറുണ്ട്, ബൈക്കെല്ലാം പോകാറുണ്ട്. പക്ഷെ ബസ് കയറ്റി വിടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ബസ് ഇറങ്ങി. ഇനി നമ്മൾ നേരെ നടക്കണം. ഇവിടുന്ന് ഇച്ചിരി നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ബസ്സായിരുന്നു കേട്ടോ. 10 മിനിറ്റ് ബസ്സിലുള്ള യാത്ര കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ നടക്കണം. നമ്മൾ കുന്ന് കയറണം. കുന്ന് കയറി കഴിയുമ്പോൾ നമ്മൾക്ക് മുകളിലെത്താം. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞ സ്ഥലമെത്തി. ഇതാണ് പംതിക്കോട്ട് ശിവ സ്റ്റാച്യു. ഈ ഒരു ശിവ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ 2nd ലാർജസ്റ്റ് ആയിട്ടുള്ള ശിവ സ്റ്റാച്യു ആണ്. ഇവിടെ നമുക്ക് അന്നപൂർണ്ണ ക്യാമ്പ് ഹിമാലയനെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.